Hello friends, welcome to my YouTube channel Haru and Tanu. മുരിങ്ങയിലയും മുട്ടയും ചേർത്തിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മുരിങ്ങയില മുട്ട തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നല്ല പിഞ്ചായിട്ടുള്ള മുരിങ്ങയില നമുക്ക് കിള്ളിയെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയുടെ കമ്പും കോലും ഒക്കെ മാറ്റി നമുക്ക് ഇല മാത്രം എടുക്കാം. ഒരു കടായി നമുക്ക് ചൂടാക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെ കൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. കടായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 2 തണ്ട് കറിവേപ്പില, 10 ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തത്, 2 കാന്താരി മുളകോ പച്ചമുളകോ, വെളുത്തുള്ളി 3 എണ്ണം ചെറുതായിട്ട് മുറിച്ചത് എന്നിവ നമുക്ക് ചേർക്കാം. ഇനി ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ബ്രൗൺ ആയിട്ട് വരട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തോരന് നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിനു മുൻപ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടത്തോരൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ചെറിയുള്ളി മൂത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില നമുക്കറിയാലോ, കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഹെൽത്തിനും ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇനി ഈ മുരിങ്ങയില ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് മുരിങ്ങയില വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം ഒരു 4 മിനിറ്റ് മതിയാകും മുരിങ്ങയില വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിലൊക്കെ മുരിങ്ങയിലയൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ദോശയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദോശമാവിൻ്റെ ഒപ്പം കുറച്ച് മുരിങ്ങയില ചേർത്തിട്ട് നമുക്ക് ദോശ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതുപോലെ മുട്ടയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിക്ക് കടുക് വറക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയില ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. അങ്ങനെയൊക്കെ ഡയറ്റിൽ മുരിങ്ങയില ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏതായാലും നമ്മുടെ മുരിങ്ങയില ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഒപ്പം മുരിങ്ങയിലയുടെ ഈ ഒരു കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഒപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തോരൻ പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുരിങ്ങയിലയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അതുമാത്രമല്ല, തോരനിൽ ഒരുപോലെ തന്നെ മുരിങ്ങയില എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതേ കടായിലേക്ക് മുരിങ്ങയിലയുടെയും മുട്ടയുടെയും കൂടെ ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ മുട്ട ചിക്കുന്നത് പോലെ ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെയൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. വീട്ടിൽ മുരിങ്ങയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എളുപ്പം തന്നെ മുരിങ്ങയിലയൊക്കെ പറിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. മുരിങ്ങയില നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല എളുപ്പമാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. മുട്ട നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ ഒരു തോരനാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ആ തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഹൈയിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിനൊപ്പം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.